أعوذ بالله من الشيطان الرجيم وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين. ഏറെ പ്രേം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്, പെരുന്നാളിനെക്കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിച്ചു അല്ലേ. ഇനി സക്കാത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. സക്കാത്ത് വലിയൊരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നമ്മൾ അറിയേണ്ട അതിൻ്റെ ചില ബേസിക്കായിട്ട് ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സക്കാത്ത് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം രണ്ടർത്ഥമാണ് അതിനുള്ളത്. ഒന്ന് ശുദ്ധീകരണം എന്നും മറ്റൊന്ന് വളർച്ച എന്നും. ഇത് രണ്ടും സക്കാത്തിലൂടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, സക്കാത്ത് കൊടുക്കുന്നതിലൂടെ ഒരാളുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതായത് സക്കാത്ത് കൊടുക്കാതിരിക്കുമ്പോൾ മറ്റൊരാളുടെ അവകാശം അതിൽ കിടക്കുകയാണ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ തെറ്റാവും. നമ്മളത് കൊടുക്കുന്നതോടുകൂടി നമ്മളുടെ സമ്പത്ത് എന്താവും? ശുദ്ധീകരിക്കും. മനസ്സിൻ്റെ ശുദ്ധീകരണം കൂടിയാണത്. കാരണം കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ പ്രധാനമാണല്ലോ അല്ലേ. ഇപ്പോൾ ഖുർആനിലൊരു പ്രയോഗമുണ്ട്, മനസ്സുകൾക്ക് പിശുക്ക് ബാധിക്കുന്നതിനെക്കുറിച്ച്. മനസ്സിന് പിശുക്ക് ബാധിച്ചാൽ എന്താ സംഭവിക്കുക? മറ്റുള്ളവർക്ക് കൊടുക്കാൻ തോന്നില്ല. ഇതൊക്കെ എൻ്റെതാണ്, എൻ്റെത് ഞാൻ ആർക്കും കൊടുക്കൂല എന്നുള്ള തോന്നല്. അപ്പോൾ ഇസ്ലാം ചെയ്യുന്നത് മനസ്സ് വിശാലമാക്കുകയാണ്. മനസ്സിൻ്റെ പിശുക്കുകളെയൊക്കെ ഒഴിവാക്കി മറ്റുള്ളവർക്ക് നൽകാനുള്ള ഒരു മനസ്സുണ്ടാക്കുക. ആ മനസ്സിൻ്റെ ശുദ്ധീകരണം, സമ്പത്തിൻ്റെ ശുദ്ധീകരണം ഒക്കെ സക്കാത്തിലൂടെ നടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സക്കാത്ത് എന്നതിന് പേര് വന്നത്. മറ്റൊന്ന് വളർച്ച എന്നുള്ള അർത്ഥമാണ്. സക്കാത്ത് കൊടുക്കുമ്പോൾ പൈസ കുറയല്ല ചെയ്യുന്നത്, അത് വളരുകയാണ്. കാരണം എന്താ? ഒരാളുടെ കയ്യിൽ പൈസ ഇങ്ങനെ കെട്ടിക്കിടന്നാൽ അതിന് വളർച്ച ഉണ്ടാവില്ല. അത് കൊടുക്കുമ്പോൾ അത് വാങ്ങുന്ന ആളുകൾ അത് മറ്റുള്ളവരിലേക്ക് എത്തുകയാണ്. ആ ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ചെലവഴിക്കുകയാണ്. സമൂഹത്തിൽ പൈസ സമ്പത്തിങ്ങനെ ചെലവഴിക്കപ്പെടുമ്പോഴാണ് സമ്പത്തിൻ്റെ വിതരണങ്ങൾ നടക്കുന്നത്, സമ്പത്ത് വളരുന്നത്, അതനുസരിച്ച് സമൂഹം വളരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇല്ലാത്തവന് അത് സമ്പത്ത് അവകാശം ലഭിക്കുമ്പോൾ അവൻ്റെ ഇല്ലായ്മ തരണം ചെയ്യാനും അതിനെ മറികടക്കാനും കഴിയുന്നു. അങ്ങനെ അവൻ്റെ സാമ്പത്തിക ശേഷിയും വളർത്താൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു സാമ്പത്തികമായ വളർച്ച വ്യക്തിയിലും സമൂഹത്തിലുമൊക്കെ സാമ്പത്തിക വളർച്ച ഇത് കാരണമുണ്ടാകും. അതാണ് സക്കാത്തിൻ്റെ ആ അർത്ഥത്തിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത്. സംസ്കരണം എന്നും വളർച്ച എന്നും അതിനർത്ഥം വരും. അപ്പോൾ ഇനി സക്കാത്ത് എന്ന് പറയുന്നത് എന്താണ് ഇസ്ലാമിൻ്റെ ആ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞത്? അതായത് ഇസ്ലാം സമ്പത്തിനെ കുറിച്ച് പറയുന്നത് സമ്പത്തൊക്കെയും അള്ളാഹുവിൻ്റേതാണ് എന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാട്. ഇപ്പോൾ നമ്മൾ പറയല്ലോ എൻ്റെ പൈസ എന്ന് നമ്മൾ പറയും അല്ലേ. പക്ഷേ എൻ്റെ പൈസ എന്ന് നമുക്ക് പറയാം, പക്ഷെ ശരിക്കും അത് ആരുടേതാണ്? അള്ളാൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ എൻ്റെ കൈ എൻ്റെ കാല് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടേതാണ്, പക്ഷേ അതാര് തന്നതാണ്? പടച്ചോൻ തന്നതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഉടമാരാണ്? പടച്ചോനാണ്. ഇതേപോലെ നമ്മളെ കയ്യിലുള്ള പൈസൻ്റെ യഥാർത്ഥ ഉടമാരാണ്? അള്ളാഹുവാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ നമുക്കതിലെന്ത് തന്നിട്ടുണ്ട്? കൈകാര്യ അവകാശം തന്നിട്ടുണ്ട്. നമുക്ക് അത് സമ്പാദിക്കാനും ചെലവഴിക്കാനും വിനിയോഗിക്കാനും ഒക്കെയുള്ള അധികാരവും അവകാശവും നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരേപോലെയല്ല അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുള്ളത്. അതിലേറ്റ വ്യത്യാസങ്ങളുണ്ട് അല്ലേ. ചിലർക്ക് കൂടുതലുണ്ടാവും, ചിലർക്ക് കുറവുണ്ടാവും, ചിലർക്ക് മിതമായിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ ഒരു സാമൂഹിക ജീവിതം സാധ്യമാകണമെങ്കിൽ ഈ ഏറ്റവ്യത്യാസങ്ങൾ ഉണ്ടാവണം. കാരണം ആലോചിച്ച് നോക്കുക, അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ സമ്പന്നരാണ്, എല്ലാവർക്കും ഒരേപോലെ പൈസ ഉണ്ട്. അങ്ങനെ ആവുമ്പോൾ സാമൂഹിക ജീവിതം നടക്കൂല. കാരണം നമുക്ക് മറ്റുള്ളവരുടെ സേവനങ്ങൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ ഒരാളെ നമ്മൾ ജോലിക്ക് വിളിക്കുകയാണ്. ആ ജോലിക്ക് ഒരാൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഇവർക്ക് പൈസ ആവശ്യമുണ്ട്. പക്ഷെ എല്ലാവരും സമ്പന്നനാണെങ്കിൽ നമ്മളെ വീട്ടിലൊരു ജോലിക്ക് ഒരാൾ വരില്ലല്ലോ. മറ്റു ജോലികൾക്കൊന്നും ആരും ഉണ്ടാവില്ല, തയ്യാറാവില്ല. അപ്പോൾ ഒരു റിയാലിറ്റി ആയിട്ട് സാമൂഹിക ജീവിതം മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടും പരീക്ഷണങ്ങളാണ്. ഉള്ളവർക്ക് അതിൻ്റേതായ പരീക്ഷണം ഉണ്ടാവും. അവർ കിട്ടിയ സമ്പത്ത് അവർ എന്ത് ചെയ്തു, എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതൊരു പരീക്ഷണമാണ്. ഇല്ലാത്തവന് ആ ഇല്ലായ്മയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതൊരു പരീക്ഷണമാണ്. ആ പ്രയാസങ്ങളുടെ പരീക്ഷ. അങ്ങനെ രണ്ടർത്ഥത്തിലുമുണ്ട്. ഏതായാലും സക്കാത്തിലൂടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഇല്ലായ്മയും ഉള്ള അവസ്ഥയും തമ്മിലുള്ള അന്തരങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരാതെ
അതിനൊരു സന്തുലിതമായി കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. ഒരു സാമ്പത്തികമായൊരു സന്തുലിതത്വം ഉണ്ടാക്കിയെടുക്കുക എന്നതുകൂടി ഇസ്ലാം ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ അവനവന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അതിനു വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളിൽ സമ്പത്തുള്ള ആളുകൾ അവരുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം മറ്റുള്ളവർക്ക് നൽകണം എന്നുള്ളതാണ്. സ്വതക്ക വേറെയുണ്ട്, അത് ഐച്ഛികമായി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ നിർബന്ധമായും കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? സക്കാത്ത് എന്ന് പറയുന്നത്. അതിന് ചില നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരാ സക്കാത്ത് കൊടുക്കേണ്ടത്? അതിൻ്റെ വിശദമായിട്ട് പറയുന്നില്ല, ഞാൻ അതിൻ്റെ സൂചനകൾ പറയാം. അതായത് നിസാബ് എന്ന് പറയും. നിസാബ് എന്ന് പറഞ്ഞാൽ ഒരു കണക്കാണ്, ഇത്ര ഉണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ എന്തിനൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ സ്വർണം, വെള്ളി, അതുപോലെ നമ്മളുടെ പൈസ, കറൻസി, അതുപോലെ തന്നെ കച്ചവട ചരക്കുകൾ, അതുപോലെ പിന്നെ കന്നുകാലികൾ, കൃഷിയിൽ നിന്നുണ്ടാകുന്ന വിഭവങ്ങൾ, ഇതിനൊക്കെ സക്കാത്തുണ്ട്. അപ്പോൾ ഇതിന് എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നതിനാണ് നിസാബ് എന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. അപ്പോൾ ആ കണക്ക് സ്വർണത്തിനും വെള്ളിക്കൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് 20 മിസ്കാൽ സ്വർണം, ഇന്നത്തെ കണക്കിനത് 85 ഗ്രാം എന്ന് പറയും. അത് ഏകദേശം ഒരു 10.5 പവൻ എന്ന് നമ്മൾ കണക്കാക്കാം. അതുപോലെ വെള്ളി 200 ദിർഹം, അത് ഇന്നത്തെ കണക്കിനൊരു 595 ഗ്രാമാണ് അതിൽ വരിക. അപ്പോൾ ആ ഒരു കണക്കിലാണ് അത് വരിക. അപ്പോൾ ആ ഒരു കണക്കിൽ നമ്മളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നിസാബ് അത് തന്നെയാണ് കറൻസികളുടെയും വിഹിതം എന്ന് പറഞ്ഞാൽ. കറൻസി നമ്മളുടെ പൈസ, അതായത് ഈ സ്വർണത്തിനോ ഈ വെള്ളിക്കോ ഒക്കെ തുല്യമായ പൈസ നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ 2.5% സക്കാത്തായിട്ട് കൊടുക്കണം എന്നാണ്. അതുപോലെ കന്നുകാലികൾക്ക് വേറെ കണക്കുണ്ട്, കൃഷിക്ക് വേറെ കണക്കുണ്ട്. കച്ചവട ചരക്കുകൾ ഈ പൈസയുടെ കണക്കിലാണ് കൂട്ടുക. മൊത്തം നമ്മളുടെ സ്റ്റോക്കൊക്കെ എടുത്തിട്ട് അത് ഈ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ നിസാബിൻ്റെ ഒരു കണക്കെത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2.5% കൊടുക്കണം എന്നാണ്. അപ്പോൾ ഈ കൊടുക്കുന്നത് എന്താണ്? ഔദാര്യമല്ല എന്നതാണ് ഇസ്ലാം ഖുർആൻ പഠിപ്പിക്കുന്നത്. അതൊരു അവകാശമാണ്. അതായത് വഫി അംവാലിഹിൻ ഹക്കും ലിസ്സാഇലി വൽ മഹ്റൂം എന്ന് പറയുന്നുണ്ട്. അവരുടെ സമ്പത്തിൽ മറ്റുള്ളവർക്ക് അവകാശമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവകാശം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെന്തോ ഒരു ഔദാര്യം കൊടുക്കല്ല. അത് നമ്മളുടെ കയ്യിൽ ആ കണക്കിനൊരു പൈസ ഉണ്ടെങ്കിൽ അതൊരു വർഷം തികയാന്നൊക്കെ ഉണ്ട്. അത് തികയുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അവകാശികൾ ആരാണ്? അതും ഖുർആൻ പറയുന്നത് 8 അവകാശികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നമസ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആയത്തിൽ 8 അവകാശികൾ പറയുന്നുണ്ട്. ഫക്കീർ, മിസ്കീൻ, അതുപോലെ തന്നെ കടബാധിതകളായ ആളുകൾ, അതുപോലെ തന്നെ ഇങ്ങനെ 8 വിഭാഗക്കാരായ ആളുകൾ പറയുന്നത് വിശദമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ ആ 8 വിഭാഗക്കാരായ ആളുകളിലേക്കാണ് സക്കാത്ത് എത്തേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ എത്തുക? ഇത് എത്തുന്നതിൻ്റെ ഒരു ഇസ്ലാമികമായ ഒരു രീതി എന്ന് പറഞ്ഞാൽ സംഘടിതമായ ഒരു രീതിയാണ്. ഇപ്പോൾ ഇസ്ലാമിക ഭരണകൂടങ്ങളൊക്കെ നിലനിന്ന കാലത്ത് അതിന് പ്രത്യേക സിസ്റ്റം ഉണ്ടാവും, സംവിധാനം ഉണ്ടാവും. അപ്പോൾ ആളുകളിൽ നിന്ന് സക്കാത്തൊക്കെ ശേഖരിച്ച് പിരിച്ച് അവർ ശേഖരിക്കുകയും എന്നിട്ട് അതെന്ത് ചെയ്യും? അത് ഈ പറയുന്ന അവകാശികൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതുകൊണ്ടാണ് ഈ 8 അവകാശികളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ വൽ ആമിലീന അലൈഹ എന്ന് പറയുന്നുണ്ട്. അതായത് അതിനു വേണ്ടി പണിയെടുക്കുന്നവർ എന്നാണ്. അതായത് ഇതിൻ്റെ ഉദ്യോഗസ്ഥരും ഇത് പിരിക്കാനും ഇത് ശേഖരിക്കാനും ഇത് വിതരണം ചെയ്യാനും അതിൻ്റെ കണക്ക് സൂക്ഷിക്കാനും കണക്കാക്കാനും ഒക്കെയുള്ള കുറച്ച് ജോലിക്കാരുണ്ടാവും, അതിൻ്റെ ഉദ്യോഗസ്ഥരുണ്ടാവും. അവർക്കുള്ള വിഹിതവും ഈ സക്കാത്ത് നിന്ന് കൊടുക്കണം എന്നാണ്. അപ്പോൾ അങ്ങനൊരു വിഭാഗത്തെ പരാമർശിച്ചതിലൂടെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും ഇങ്ങനെ അവർക്ക് ഓരോരുത്തരും വ്യക്തിപരമായി ഇങ്ങനെ നൽകുക എന്നുള്ള രീതിയല്ല, മറിച്ച് അതൊരു സിസ്റ്റമാറ്റിക്കായ ഒരു സംവിധാനമാണ് എന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇസ്ലാമിക ഭരണകൂടങ്ങളും മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ സിസ്റ്റമാറ്റിക്കായി നടക്കുന്നില്ല. അതുകൊണ്ട് വ്യക്തികൾ നൽകുന്നുണ്ട്. വ്യക്തികൾ നൽകിയാൽ ശരിയാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും നല്ല രീതി നമുക്ക് സംഘടിതമായി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ്. കാരണം അങ്ങനെ ആകുമ്പോഴാണ് അർഹരായ ആളുകളെക്കുറിച്ചൊക്കെ പഠനം നടത്തി ആർക്കാണ് ഏറ്റവും നല്ല അർഹത, അത് ഒന്നിച്ച് ഇപ്പോൾ ഒരാൾ ഇങ്ങനെ അവരുടെ കയ്യിലുള്ള ഒരു സക്കാത്ത് വിഹിതം അങ്ങനെ കൊടുത്താൽ അവർക്ക് ചിലപ്പോൾ മതിയാവില്ല. എന്നാൽ മറിച്ച് സംഘടിതമായി ശേഖരിക്കുമ്പോൾ ഒരുപാട് പൈസ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒരു വർഷം ഒരു കുറച്ച് ആളുകളെ തിരഞ്ഞെടുത്ത് അവരുടെ പട്ടിണിയും ദാരിദ്ര്യവും മറികടക്കാൻ കഴിയുന്ന രൂപത്തിൽ അവരെ സഹായിക്കാൻ കഴിയും. അപ്പോൾ വാങ്ങുന്നവർ എന്നും വാങ്ങിക്കൊണ്ടിരിക്കുക, കൊടുക്കുന്നവർ എന്നും കൊടുക്കുക എന്ന സിസ്റ്റം അല്ല. വാങ്ങുന്ന ആളുകൾ പിന്നീട് വാങ്ങേണ്ടതില്ലാത്ത രീതിയിൽ അവർക്കൊരു വളർച്ച സാധ്യമാക്കണം. ആ വളർച്ച സാധ്യമാക്കണമെങ്കിൽ സംഘടിതമായ രീതിയിൽ കൊടുക്കുക. അവർക്ക് തൊഴിൽ ഒക്കെ പാവപ്പെട്ട ഒരാളാണ്, അപ്പോൾ അവർക്കൊരു ജോലിയോ
അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയൊക്കെ കിട്ടിയാൽ എന്താവും, അവർക്ക് പിന്നീട് ഉപജീവനത്തിന് വഴിയാകും. അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുറക്കാനുള്ള ഒരു സാമ്പത്തിക വിഹിതം കിട്ടിയ ഷോപ്പ് ഇട്ടാൽ അടുത്ത കൊല്ലം സക്കാത്ത് വാങ്ങേണ്ട അവസ്ഥ വരില്ല. അപ്പം ഇങ്ങനെ സമൂഹത്തിൽ പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലും ഈ സിസ്റ്റത്തെ മാറ്റിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇത് സക്കാത്തുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ കാര്യങ്ങളാണ്. ഇതിൻ്റെ കുറേ വിശദാംശങ്ങളുണ്ട്. ഇത്ര ഉണ്ടെങ്കിൽ ഇതിനെത്രയാണ് സക്കാത്ത്, ഇതിനെത്രയാണ് സക്കാത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മുതിർന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാം. ഏതായാലും സക്കാത്ത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നിർവഹിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിൽ വലിയ അർത്ഥത്തിൽ സാമ്പത്തികമായ അസന്തുലിതാവസ്ഥകൾ പരിഹരിക്കപ്പെടുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഇസ്ലാമിൽ. അതേസമയം അതൊരു അനുഷ്ഠാനവും ആരാധനയും കൂടിയായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർദാവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.